यामी यामी बैमी कामिदं शीघ्रं साधये यामी सामी साधिदं मया शीघ्रं साधये यामी सामी साधिदं मया शीघ्रं साधये നാമിക സേവിച്ചു നിൽപ്പൂ ഭീമരാജൻ ചൊന്നു കേൾപ്പൂ നാമിക സേവിച്ചു നിൽപ്പൂ ഭീമരാജൻ ചൊന്നു കേൾപ്പൂ നീ മതിമുകി പീഡിപ്പു നീ മതിമുകി പീഡിപ്പു നാമിളകതേരിപ്പു നാമിളകതേരിപ്പു എത്ര വഴി മണ്ടി നടന്നു എത്ര വഴി മണ്ടി നടന്നു പണ്ടു നിന്നെ കണ്ടെത്തുമ്പോളം ഞങ്ങൾ തളർന്നു പണ്ടു നിന്നെ കണ്ടെത്തുമ്പോളം ഞങ്ങൾ തളർന്നു അത്തഴില്ല അതുകൊണ്ടാർക്കും ഇത്ര മാത്രത്തിലെന്നുള്ളൂ അത്തലില്ല അതുകൊണ്ടാർക്കും ഇത്ര മാത്രത്തിലെന്നുള്ളൂ ഉത്തര കോസലരാജം ഉത്തര കോസലരാജം ഇപ്രീതിന സാധ്യമല്ലു ഇപ്രീതിന സാധ്യമല്ലു ദീനത എനിക്കില്ല ബാലേ ദീനത എനിക്കില്ല ബാലേ സാകേതത്തിനു ഞാനറിയും വഴി വഴി പോലെ സാകേതത്തിനു ഞാനറിയും വഴി വഴി പോലെ വനവരെ വെല്ലോ ചൈത്രപാനവാകുലിനോ കൃപം വനവരെ വെല്ലോ ചൈത്രപാനവാകുലിനോ കൃപം വനവരെ വെല്ലോ ചൈത്രപാനവാകുലിനോ കൃപം ആളയച്ചിട്ടുണ്ടെന്മാനില്ല ഇല്ലെന്മാനില്ല ആളയച്ചിട്ടുണ്ടെന്മാനില്ല ഇല്ലെന്മാനില്ല നീളെ നിന്നു വന്ന കളിയല്ലേ ഇല്ലെന്മാനില്ല നീളെ നിന്നു വന്ന കളിയല്ലേ ആളകോ പടികളോടും മേളവാദ്യഘോഷത്തോടും ആളകം 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 പടികളോടും മേളവാദ്യഘോഷത്തോടും വാളുമാടും പുള്ളോരെത്തി വാളുമാടും പുള്ളോരെത്തി വെളിനാളെ എന്നു ചൊല്ല വെളിനാളെ എന്നു ചൊല്ല കഥകളി സംഗീതം 1ാം സ്ഥാനം വിത്ത് എ ഗ്രേഡ് കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അവന്റെ പേര് ചോദിക്കാൻ. എന്താണ് മോനെ പേര്? നിരഞ്ജൻ. നിരഞ്ജൻ. നിരഞ്ജൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ൽ. ഹൈസ്കൂൾ വിഭാഗം കഥകളി സംഗീതത്തിനാണല്ലേ ഫസ്റ്റ്? അതെ അതെ. അപ്പൊ ഈ ഒരു സമ്മാനം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ വർഷം മത്സരിച്ചിട്ടുണ്ടായിരുന്നു? ആദ്യമായിട്ടാണല്ലേ? പിന്നെ ഇവിടെ
മത്സരത്തിനുണ്ടായിരുന്നോ? മിമിക്രിക്ക് ഉണ്ടായിരുന്നോ? അതിനെന്തായിരുന്നു പ്രൈസ്? ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ട്. അപ്പൊ രണ്ടെണ്ണത്തിനും എ ഗ്രേഡ് ഉണ്ടല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ശ്രീകൃഷ്ണ സ്കൂളിൽ. അപ്പൊ സ്വന്തം സ്കൂളിൽ മത്സരിച്ച് 1ാം സ്ഥാനമൊക്കെ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ സ്റ്റാർ ആയില്ലേ? അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് കേട്ടാലോ? ഓക്കെ, ആലപിച്ചോളൂ. കുറച്ച് ദീനത എനിക്കില്ല ബാലേ, ദീനത എനിക്കില്ല ബാലേ, സാകേതത്തിനു ഞാനറിയും വഴി പോലെ, സാകേതത്തിനു ഞാനറിയും വഴി പോലെ. നമുക്ക് ആ മിമിക്രി കൂടെ ഒന്ന് കണ്ടാലോ? എന്തായാലും ഒരു സകല കലാവല്ലഭനല്ലേ? അപ്പൊ മിമിക്രിയുടെ ഒരു പോർഷനും കൂടെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് കാഴ്ചവെക്കാം. മിമിക്രിക്ക് ഞാനിപ്പോ ട്രെൻഡ് ആയിട്ട് ദുബായ് ജോസ് ഇല്ലേ, അത് ചെയ്യാം. ഭാസ്കര, കള്ളോ കപ്പയോ കരിമീനോ എന്താന്ന് വെച്ച് കൊടുക്ക്, അല്ലെ എന്റെ ചെലവ് എല്ലാം പോരട്ടെ, എല്ലാരും അടിച്ചുകറി വാ. ഇവിടെ എന്താണ് പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മിമിക്രിക്ക്? വേറെ എന്തൊക്കെയാണ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പിന്നെ ബുള്ളറ്റ്, അങ്ങനത്തെ കുറച്ചൊന്നും കൂടെ നമുക്ക് ബുള്ളറ്റ് ന്യൂജൻ ബുള്ളറ്റ്. അപ്പൊ എന്തായാലും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും അടുത്ത വർഷങ്ങളിലൊക്കെ സമ്മാനം നേടട്ടെ. അപ്പൊ ഇനി നമ്മുടെ ജില്ലയിൽ പ്രതിനിധീകരിച്ച് പോവാണല്ലേ ശ്രീകൃഷ്ണ സ്കൂളിനെ? അപ്പൊ എന്തായാലും അവിടെയും ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് തന്നെ കിട്ടട്ടെ കേട്ടോ. ശരി, താങ്ക് യു. അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കഥകളി സംഗീതം 1ാം സ്ഥാനം, മിമിക്രി 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ള നിരഞ്ജനായിരുന്നു അല്ലേ? അപ്പൊ എന്തായാലും താങ്ക് യു. ഇനി നമുക്ക് വേദികളിലേക്ക് തന്നെ പോവാട്ടോ. ലൈവ് സ്ട്രീമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ഗുരുവായൂരിന്റെ മണ്ണിൽ നിന്ന് തന്നെ ഒരു കഥകളി സംഗീതം ഫസ്റ്റ് കിട്ടിയ ഒരു കലാകാരനാണ്. ശ്രീകൃഷ്ണ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിനിയാണ്. പേര് നിരഞ്ജൻ. വേറെ ഇനങ്ങളില് പ്രൈസ് നേടിയിട്ടുണ്ട്. ഏതൊക്കെ ഇതിന്? അത് മിമിക്രിക്ക് വർഷങ്ങളായിട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ ഒരു 2ാം ക്ലാസ് തൊട്ട് തുടങ്ങിയ മിമിക്രി 2ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്. കഥകളി സംഗീതം ഒരു വർഷമൊക്കെ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് ഏതും ഗുരുവിന്റെ കീഴിലാണ്? ഗുരുവില്ല, ഞാനിത് ഗുരുവിനെ പഠിക്കണമെന്നുണ്ട്. ഞാൻ കോട്ടയിൽ മധു സാറിന്റെ വീഡിയോ കണ്ടിട്ടാണ് പഠിക്കണം. ശരി, വീഡിയോ കണ്ടിട്ടാണ് പഠിക്കുന്നത്. ശരി. അല്ലാണ്ട് നേരിട്ട് ശിക്ഷണത്തിലല്ല അല്ലേ? ശരി. ഓക്കെ, ആദ്യമായിട്ടാണോ കഥകളി സംഗീതത്തിന് മത്സരം? അതെ, ആദ്യമായിട്ടാണ്. ഓക്കെ, 2 വരി മിമിക്രിയുടെ അത് ആദ്യം കഥകളി സംഗീതം കേൾക്കാം. എനിക്കില്ല ബാലേ, ദീനത എനിക്കില്ല ബാലേ, സാകേതത്തിനു ഞാനറിയും വഴി പോലെ, സാകേതത്തിനു ഞാനറിയും വഴി പോലെ. ഓക്കെ, മിമിക്രീനെ കുറിച്ച് 2 മിമിക്രിയിൽ തമിഴ് നടനായിട്ടുള്ള VTV ഗണേശില്ലേ, തമിഴ് എന്ന് വെച്ചാൽ ജയിലർ എന്ന സിനിമയിലെ ഡോക്ടറായിട്ട് അഭിനയിച്ച VTV ഗണേശിന്റെ ശബ്ദം. 96 കൊലയാ, നീങ്ക താവിണ്ണ് അപ്പിടിയേ നെല്ല്, ലെഫ്റ്റ് റൈറ്റ് 3ാമത്തെ റൂം, വണ്ണപ്പണ്ണി നോക്കിക്കോ. പിന്നെ അടുത്തായിട്ട് പറഞ്ഞോടില്ല ഒരു ബുള്ളറ്റ്, ന്യൂജൻ ബുള്ളറ്റ്. അനുകരണ കലയെ എന്ത് ഭംഗിയായിട്ടാണ് ഈ കലാകാരൻ സ്റ്റേജിൽ അവതരിപ്പിച്ചേക്കണത് അല്ലേ? ഒരു പരിപാടിയും കൂടി അവതരിപ്പിച്ച് കാണിക്കാന്ന് പറയുന്നുണ്ട്. ഒരെണ്ണം പിന്നെ ഈ പാണ്ടിമേളത്തിലുള്ളതാണ് കുറുങ്കുഴല്. എല്ലാവിധ ആശംസകളും. ഇനിയും ജില്ലയും സ്റ്റേറ്റും ഒക്കെ വിജയം കൈവരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കലാകാരനെ സമ്മാനം കൊടുക്കുന്നതിനായി
മെഹന്തി കൊടുക്കുന്ന ഗിഫ്റ്റ് വൗച്ചറുണ്ട്. നിരഞ്ജൻ ഇനി ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ കേട്ടോ. കൺഗ്രാജുലേഷൻ. 4 മെഹന്തിയുടെ 500 രൂപയുടെ കൂപ്പൺ ഉണ്ട്. ദൃശ്യത്തിൻ്റെ പ്രിവിലേജ് കാർഡ് ഉണ്ട്. 4 മണി കാർഡിലെ ഫ്രീ എൻട്രി ഉണ്ട് കേട്ടോ.